ഇവിടെ പൂജകളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പൂജകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സ്ഥിതിയായിരുന്നു. അപ്പോൾ ഈ കാവേരിപ്പൂമ്പട്ടണം എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ട്. അത് കാവേരിപ്പൂമ്പട്ടണം, തമിഴ്നാട്ടിലാണത്. ഈ കാവേരിപ്പൂമ്പട്ടണത്തിൽ ചെട്ടിയാന്മാരുണ്ടായിരുന്നു. ആ ചെട്ടിയാന്മാരായിരുന്നു അന്ന് കച്ചവടക്കാരാണ്. ആ കച്ചവടത്തിന് വേണ്ടി അവരെല്ലാം എല്ലാ നാട് മുഴുവനും വരും. അപ്പോൾ വരുന്ന സമയത്ത് കാശിക്ക് വന്നു. കാശിയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അമ്പലത്തേക്ക് പോകും. അപ്പോൾ അമ്പലത്തേക്ക് പോയപ്പോൾ അങ്ങനെ പൂജാരിമാരായി ബന്ധപ്പെട്ടു. ഇവരെന്താ വെച്ചാൽ ഞങ്ങൾ ഈ സമൂഹം മുഴുവനും വെജിറ്റേറിയനാണ്, പ്യൂർ വെജിറ്റേറിയൻ. അതുകൊണ്ട് എന്താ വെച്ചാൽ ബ്രാഹ്മിൻസിനും ഇവർക്കും വ്യത്യാസം വെച്ചാൽ ഒരു മാത്രമില്ല, ബാക്കി എല്ലാ സംഗതി ഇവർ കഴിഞ്ഞിട്ട്. അപ്പോൾ നല്ല ബന്ധമായി. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പൂജയ്ക്ക് എങ്ങനെയാണ് പറഞ്ഞു. അവർ പറഞ്ഞു ശങ്കരാചാര്യൻ തെക്കുന്ന് വന്ന ആളെ നിയമിച്ചതാണ്. അന്ന് കേരളമൊന്നുമില്ല, അന്ന് തമിഴ്നാട് മാത്രമേ ഉള്ളൂ. 230 കൊല്ലം മുമ്പിൽ ഒരു 65 ജില്ലയിലെ കേരളം വന്നു. അപ്പോൾ അന്നെന്താ വെച്ചാൽ ഇതിനൊക്കെ പൂജയ്ക്ക് ചിലവാകാം, അതൊക്കെ ഞങ്ങൾ കൊടുക്കാം. ഞങ്ങളിവിടെ 3 മാസം ആൾക്കാർ ക്യാമ്പിട്ട് ഇവിടെ ബിസിനസ് വരാം. അങ്ങനെ വരികയാണ്. 3 മാസം 4 മാസം ഒക്കെ ഉണ്ടാകും. അങ്ങനെ ഉള്ളപ്പോൾ അങ്ങനെ അതിനുള്ള ചിലവൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ ചിലവൊക്കെ കൊടുക്കാത്തതുകൊണ്ട് അങ്ങനെ പുരോഗമനമായി. ആ 3 നേരത്തേക്ക് എന്താ ചിലവച്ചാൽ ഞങ്ങൾ നിന്ന് കൊടുക്കാൻ പറ്റും. ഗംഭീരമായി പൂജയൊക്കെ നടക്കാൻ തുടങ്ങി. ഒരു നിമിഷം. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ കാലക്രമേണ ഈ പൂജയൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ രാജാവുമായിട്ട് നല്ല ബന്ധമാണ്, കാശി രാജാവുമായിട്ട്. കാരണം കച്ചവടമാണ്. ആ സമയത്ത് എനിക്ക് രാജാവിനെ കൊണ്ട് കാലക്രമേണ ഇവർക്ക് തന്നെ മനസ്സിലായി ഇനി കാലങ്ങൾ മാറുമ്പോൾ ഇതിനൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴുണ്ട്. അപ്പോൾ രാജാവിനോട് പതുക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ പൂജ ഞങ്ങൾക്ക് തന്നെ വിട്ടുകൊടുക്കണം, ഞങ്ങൾ ഏത് കാലത്തോളം നടത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ഇവൻ്റെ കപ്പാസിറ്റിയും ഇവൻ്റെ ഇതൊക്കെ കണ്ട് എഴുതി കൊടുത്തു. ഒരു ചെമ്പ് പട്ടയുണ്ട് ഇവിടെ, ആ ചെമ്പ് പട്ടയത്തിൽ എഴുതി കൊടുത്തു. ഇത് സ്ഥിരം നിങ്ങളുടെ കാവേരിപ്പൂമ്പട്ടണം ചെട്ടിയാന്മാർക്കാണ്. അത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ